Hello friends, how are you? Fine. നമ്മുടെ question answer session ആണ്. ഒന്നാമത്തെ ചോദ്യമാണ് എന്താണ് നമ്മളെ ഫുഡ് ക്രോപ്സിന് പകരം കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻ നടത്തിയാൽ എന്ത് സംഭവിക്കും? What is the impact of replacing food crops by commercial plantations? Okay. Now here we find the answer. It destroys biodiversity and the capacity of forests to conserve water. Women who are primarily responsible for running the families become incapable of doing so. So അങ്ങനെ സംഭവിച്ചാൽ എന്താണ്? ബയോഡൈവേഴ്സിറ്റി ഇല്ലെന്നാവും, വനങ്ങൾക്ക് വെള്ളം പിടിച്ചു നിർത്താനുള്ള ആ കഴിവില്ലെന്നാവും, പിന്നെ സ്ത്രീകൾക്ക് ഫാമിലി റൺ ചെയ്യാനുള്ള കഴിവും ഇല്ലെന്നാവും. കാരണം വനം അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി എന്നൊക്കെ പറയുന്നത് ഒരു ഫാമിലിയെ സസ്റ്റെയിൻ ചെയ്യുന്നുള്ള ഇൻകം കിട്ടുന്ന ഒരു ഏരിയയും കൂടെയാണ്. ഇല്ലാതായി കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാവും. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ആർ ദ പ്രൈമറി റോൾ ഓഫ് വിമൻ ഇൻ ആഫ്രിക്ക? പ്രധാനപ്പെട്ട അവരുടെ റോൾ എന്താണ്? ആഫ്രിക്കയിലെ സ്ത്രീകളുടെ പ്രധാനപ്പെട്ട റോൾ. The primary role of women in Africa are tilling the land and feeding their families. ഇത് രണ്ടുമാണ് അവരുടെ പ്രധാനപ്പെട്ട. അതായത് നിലം ഉഴുത് കൃഷി ചെയ്യുക, രണ്ടാമത്തത് കുട്ടികളെ സംരക്ഷിക്കുക, ഫാമിലി സംരക്ഷിക്കുക. നോട്ട് ഓൺലി കുട്ടികൾ, പക്ഷേ ഫാമിലി അസറ്റ്സ് അവരുടെ ഉത്തരവാദിത്തമാണ്. അവരാണ് ഈ കൃഷി നടത്തുകയും അതുപോലെ തന്നെ ലാൻഡ് ഉഴുക, കൃഷി ചെയ്യുക, ഫാമിലിക്ക് ഭക്ഷണം കൊടുക്കുക. ഇതാണ് ഫീഡിങ് ദ ഫാമിലി. തേർഡ് ക്വസ്റ്റ്യൻ ഈസ് ആഫ്രിക്കൻ വിമൻ ഫെയിൽ ടു മീറ്റ് ദെയർ ബേസിക് നീഡ്സ് ബൈ. എന്തുകൊണ്ടാണ് ആഫ്രിക്കൻ സ്ത്രീകൾക്ക് അവരുടെ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റാത്തത്? മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ഡിഗ്രഡേഷൻ ഓഫ് ദി ഇമ്മീഡിയറ്റ് എൻവയൺമെന്റ് ആൻഡ് ദ ഇൻട്രഡക്ഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ഫാമിംഗ് which replaced the growing of food crops make the life of African women difficult, and so they were unable to meet their basic needs. പ്രധാനപ്പെട്ട സംഗതി ഇത് തന്നെയാണ്. ഫുഡ് ക്രോപ്സ് മാറ്റിയിട്ട് കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ് കൊണ്ടുവരിക. അപ്പോൾ അവരുടെ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. Then continue their answer. International trade fixed the price of exports from these small scale farmers. ഇവരുണ്ടാകുന്ന ഈ സാധനങ്ങളുടെ വില നിശ്ചയിക്കുന്ന അവരല്ല, ഇന്റർനാഷണൽ ട്രേഡാണ്, അന്തർദേശീയ വ്യാപാര കരാറുകളാണ് ഇവരുണ്ടാക്കുന്ന സാധനങ്ങളുടെ വില നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് എന്ത് വേണ്ടി ഇവർക്ക് ഇവരുടെ സാധനങ്ങൾ വിറ്റ് ഇവരുണ്ടാക്കുന്ന ഫുഡ് ക്രോപ്സ് വിറ്റ് കിട്ടുന്ന പണം വളരെ തുച്ഛമായിരിക്കും. കാരണം അത് ഫിക്സ് ചെയ്യുന്ന ആരാ? വേറെങ്ങോമാണ്. അതാണ് അവരുടെ താല്പര്യപ്രകാരം. ഇപ്പം unable to meet their farmers scale. So these women were not getting reasonable price for their produce and their income remained very low. അതുകൊണ്ട് എന്ത് വേണ്ടി ഇവർക്ക് ബാർഗനിങ് പവർ ഇല്ല. ഇവർ കൊണ്ട് കൊടുക്കുന്നു, കിട്ടുന്ന പൈസ കൊണ്ട് പോരുന്നു. അപ്പോൾ അവരുടെ ഇൻകം വളരെ ലോ ആയിരിക്കും. സോ ദേ കുഡ് നോട്ട് മീറ്റ് ദെയർ ബേസിക് നീഡ്സ്. നാലാമത്തെ എൻവയറൺമെന്റ് ഡിസ്റപ്ഷൻ ആൻഡ് മിസ്മാനേജ്മെന്റ് affect life. How do these two things affect life? നാലാമത്തെ environment disruption and mismanagement undermine the quality of their life and that of the future generation. അണ്ടർമൈൻ ചെയ്യാതെ വീക്കൻ ചെയ്യുക, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ ബലഹീനമാകും. അവരുടെ തന്നെയല്ല, ഭാവി ജനറേഷൻ്റെ, ഭാവിയിൽ വരാൻ പോകുന്ന തലമുറയുടെ. അതാണ് ഡിസ്റപ്ഷൻ കൊണ്ട് നടക്കുന്നത്. Fifth question is, in Africa, tree is a symbol of peace. What is that? In the African tradition, tree is a symbol of peace and conflict resolution. Conflict resolution means ഒരു വഴക്കില്ലാതാക്കുക, ഒരു വഴക്കിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അതാണ് വഴക്ക് നമ്മൾ സമാധാനിപ്പിക്കുക. അതാണ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ കിക്കുയു, അത് നമ്മൾ പഠിച്ചില്ലേ, ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ പേരാണ് കിക്കുയു. The elders used the branch of the tiki tree to stop fighting between two groups by placing it between them. ഇപ്പോൾ കിക്കുയു എന്ന് പറയുന്ന സ്ഥലത്ത് തിക്കി എന്ന് പറയുന്ന ഒരു മരമുണ്ട്. ആ മരത്തിൻ്റെ ഒരു ചില്ല വെട്ടി രണ്ടുപേരും വഴക്കുണ്ടാക്കുമ്പോൾ അതിന് നടുക്കൊണ്ട് പോകും. അപ്പോൾ അതിൻ്റെ അടുത്ത് ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തു പോണേ സമാധാനത്തിൻ്റെ കപ്പക്കോൽ എന്ന് പറയുന്നത് അവിടെ നടുക്കൊണ്ട് വെക്കും. അപ്പം അതൊരു symbol of
പീസാണ്. അപ്പം വഴക്ക് അവിടെ നിൽക്കും ബിറ്റ്വീൻ ദം. Such practices are part of their cultural heritage that help to conserve habitats and promote peace. ഇത് അവരുടെ കൾച്ചറൽ പരമ്പരാഗതമായിട്ട് അവർ ചെയ്തു പോരുന്നൊരു കാര്യമാണ്. അവരുടെ ആ കൾച്ചറിൻ്റെ ഭാഗമാണ്. ഇതുകൊണ്ട് ഗുണമുണ്ട്. ഹാബിറ്റാറ്റ്സ് എന്ന് പറഞ്ഞാൽ ജീവിത രീതികൾ നിലനിർത്താനും സമാധാനത്തിനും ഇത് പ്രയോജനപ്പെടും. അപ്പോൾ ട്രീ എന്ന് പറയുന്നത് അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം. ഷുവർ ക്വസ്റ്റൻ ആണ് കേട്ടോ ട്രീ. ആൻഡ് സിക്സ്ത് ക്വസ്റ്റൻ സെൻസ് ഓഫ് ബിലോങ്ങിങ്. നമ്മൾ സെൻസ് ഓഫ് ബിലോങ്ങിങ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അതേ പറ്റിയാണ്. We should start thinking of the fact that we are members of one and the same family. നമ്മൾ വിചാരിക്കണം നമ്മൾ ഒരേ കുടുംബത്തിൻ്റെ അംഗങ്ങളാണ്. നമ്മൾ ആഫ്രിക്ക അമേരിക്ക ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്. We should embrace the whole creation in all its diversity, beauty and wonder. എംബ്രേസ് എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കാന്നുള്ളത്. ഇതിൻ്റെ അർത്ഥം എല്ലാവരെയും അങ്ങനെ ചേർത്ത് നിർത്തുക എന്നുള്ളത്. നമ്മൾ ഈ ലോകത്തിലുള്ള എല്ലാ ക്രിയേറ്റഡ് തിങ്സും ഇന്ന സാധനമൊന്നുമല്ല. കാക്കയും എല്ലാം, കാക്ക, ഓന്ത്, പരുന്ത് എല്ലാം നമ്മളെല്ലാവരും ഒരു ക്രിയേറ്റഡ് തിങ്സ് ആണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരെയും കൂട്ടിച്ചേർത്തണം. ഒരു പരുന്ത് പറക്കുന്നത് എന്തൊരു അത്ഭുതം, ശരിയല്ല? അത് വണ്ടറല്ലേ, അത് മിൽക്കി വേ വണ്ടറല്ലേ. അപ്പം ഓൾ ഡൈവേഴ്സിറ്റി ഇതെല്ലാം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് ജീവിക്കാൻ. അതാണ് സെൻസ് ഓഫ് ബിലോങ്ങിങ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ കുടുംബത്തിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ അതിൻ്റെ ഭാഗമാണ് കണക്കാക്കുക. അപ്പം അതുകൊണ്ട് നമ്മുടെ വീട്ടുകാരും വീട്ടിലുള്ളവരും എല്ലാവരും കൂടുതൽ സ്നേഹത്തിൽ കിട്ടും. പക്ഷേ അത് പോരാ, ലോകം മുഴുവൻ ഒരു കുടുംബമാണ്. ഒന്നും ഈ കുടുംബത്തിൻ്റെ മെമ്പേഴ്സ് നമ്മളാണെന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ ജീവിക്കാം. അതാണ് സെൻസ് ഓഫ് ബിലോങ്ങിങ് എന്ന് പറയുന്നത്. വേറെയും ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. What are the causes of riots? Poverty and riots, you can say. Poverty is directly connected to riots. എന്തുകൊണ്ടാണ്? Riots means ലഹള. When you have got scarce food stuff, ഭക്ഷണം scarcity വരുവാണ്. Scarce. People are starving. Then what will happen? Definitely they will go out the streets and riot for their food. ഫുഡിന് വേണ്ടി ലഹള ഉണ്ടാകും. അത് പോവർട്ടിയും ലഹളയും ഒരുപോലെ ഒന്നിച്ചു പോകുന്നതാണ്. വേറൊരു ചോദ്യം ചോദിക്കുന്നത്, വാട്ട് ഈസ് ദ നോസ്റ്റാൾജിയ ദാറ്റ് ഷീ ഷെയർഡ് അറ്റ് ദി എൻഡ്? ഈ ലെസണിൻ്റെ അവസാനം ഒരു നോസ്റ്റാൾജിയ പറയില്ല, അത് ഒരു വട്ടം കൂടി എന്നുള്ള ചിന്ത. വാട്ട് ഈസ് ദാറ്റ്? There was a nearby stream and she used to go fetch water. Then strands of frogs, eggs, she used to put her fingers and then 2 or 3 days after that, when she goes to the stream, she would find tadpoles wriggling in water, background of the brown earth. Clear water, and also she could take water straight from the stream and drink. നേരിട്ട് ആ സ്ട്രീമിൽ നിന്ന് വെള്ളം എടുത്തിങ്ങനെ കുടിക്കാൻ. വേറൊരു ചോദ്യം ചോദിക്കാണ്, what are the 3 main ideas that she focuses? ഒരു 3 കാര്യം അതിനെ പറയുന്നുണ്ട്, ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് പറയും. അതേതാണ്? equitable development, sustainable management, and democratic governance. ഇത് 3ആണ്. equitable development, sustainable management, and democratic governance. ഇതൊക്കെയാണ് ചോദ്യം, അതിൻ്റെ ഉത്തരങ്ങൾ. ഇനി നമുക്ക് ഗ്രാമറുണ്ട്, അത് നമുക്ക് അടുത്ത ദിവസം നമുക്ക് കാണാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ക്വസ്റ്റ്യൻ ആൻസർ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ബൈ, ഹാവ് എ നൈസ് ഡേ.